ബോംബ് വെച്ച് തകർക്കും, പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി. മോദിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുംബൈ പോലീസിന് ശനിയാഴ്ച ഒരു സന്ദേശം ലഭിച്ചതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തു. ട്രാഫിക് പോലീസിന്റെ ഹെൽപ്പ് ലൈനിലെ വാട്സാപ്പിലേക്ക് സന്ദേശം എത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. 2 ISI ഏജന്റുമാരെയും മോദിയെ ലക്ഷ്യമിട്ട് ബോംബ് സ്ഫോടനം നടത്തും എന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശം അയച്ച നമ്പർ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയെ പിടികൂടാൻ പോലീസ് സംഘത്തെ അവിടേക്ക് അയച്ചതായും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദേശം അയച്ചയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ അല്ലെങ്കിൽ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇതാദ്യമായിട്ടല്ല പ്രധാനമന്ത്രിക്ക് നേരെ ഇങ്ങനെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഭീകരർ രംഗത്തെത്തുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയയാൾ അറസ്റ്റിലായി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. കർണാടക യദ്ഗീർ സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തത്. ഭീഷണി സന്ദേശത്തിനിടെ വാളടക്കമുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത് കാണാം. ഇയാൾ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. പ്രധാനമന്ത്രി തെലങ്കാനയിൽ സന്ദർശനം നടത്തുന്നതിനിടെ വന്ന ഭീഷണി സന്ദേശത്തെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നതെന്നും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയെ കൂടാതെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വധിക്കുമെന്നും വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാനയിലെ സംഗറഡിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലായിരുന്നു ഇത് സംഭവിച്ചത്. റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി ആരംഭിച്ചതും. അദാലിബാദിലെത്തിയ മോദി നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അന്ന് തന്നെ നിർവഹിച്ചിരുന്നു. അന്ന് രാവിലെ സംഗറഡിയിലും മോദി വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് രാവിലെ സെക്കന്ദരാബാദിലെ ഉജ്ജയിനി മഹാകാളി ദേവസ്ഥാനത്തിൽ എത്തിയ മോദി ക്ഷേത്ര ദർശനം നടത്തി. മോദിയെ വല്യേട്ടൻ എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിശേഷിപ്പിച്ചതും. അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ ഭീഷണിക്കത്ത് എഴുതിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കത്ത് എഴുതിയതെന്ന് പ്രതി സമ്മതിച്ചിരുന്നു. കത്തർഖവാഡ് സ്വദേശി സേവ്യർ ആണ് അറസ്റ്റിലായത്. സേവ്യറിന്റെ കൈയക്ഷരം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് കാണിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു ഭീഷണി കത്ത് ലഭിച്ചത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച കത്ത് K സുരേന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. അന്നേ ദിവസം ഒരാഴ്ച മുൻപാണ് കത്ത് ലഭിച്ചതെന്നും കത്തിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും നമ്പറും അടക്കം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഭീഷണി കത്ത് അയച്ചതിന് പിന്നിൽ താനല്ല എന്ന ആരോപണ വിധേയനായ AN ജോണി നേരത്തെ പറഞ്ഞിരുന്നു. കത്തിന് പിന്നിൽ ആരാണ് എന്ന് തനിക്കറിയാമെന്നും മുൻവൈരാഗ്യത്തിന് പുറത്ത് കടവന്ത്ര സ്വദേശിയായ ആളാണ് കത്തെഴുതിയെന്നും ജോണി വെളിപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ വധഭീഷണിയുമായി ഒരു പോപ്പ് ഗായികയും രംഗത്ത് വന്നിരുന്നു. അവർ ട്വിറ്ററിലൂടെയായിരുന്നു വധഭീഷണി നടത്തിയതും. 2019 സംഭവം നടക്കുന്നത്. ചാവേർ ആക്രമണ ഭീഷണിയാണ് പാക് ഗായിക മോദിക്കെതിരെ ഉയർത്തിയിരുന്നത്. ട്വിറ്ററിലൂടെയാണ് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. ബോംബ് കെട്ടിവെച്ച ജാക്കറ്റ് അണിഞ്ഞ തന്റെ ചിത്രവും മോദി ഹിറ്റ്ലർ കാശ്മീർ കി ബേട്ടി, അതായത് കാശ്മീരിന്റെ മകൾ എന്നീ ഹാഷ്ടാഗുകൾ നൽകി അവൾ മോദിക്ക് ആശംസകൾ നേരുന്നതായും കുറിച്ചിട്ടുണ്ട്. അവർ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ട്വീറ്റിന് ഒട്ടേറെ ലൈക്കുകളും റീട്വീറ്റുകളും ലഭിച്ചിരുന്നു. അതേസമയം പോപ്പ് ഗായികയെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു രംഗത്തെത്തിയതും. സമൂഹത്തെ അവർ നിരുത്തരവാദപരമായാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നും ലോകത്തിനു മുന്നിൽ പാകിസ്ഥാനെ മോശമായി ചിത്രീകരിക്കുകയാണ് എന്നാണ് ചിലർ വിമർശിക്കുന്നതും. മുൻപ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് വിഷസർപ്പങ്ങൾ അത് കയ്യിൽ വെച്ചുകൊണ്ട് അവർ വീണ്ടും മോദിക്കെതിരെ ഭീഷണി ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.